നമ്മൾ നോക്കുന്നത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇൻഡിറ്റർമിനേറ്റ് ഫോമിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ലോഗ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ലോഗ് ഇ പവർ എക്സ് മൈനസ് ഇ പവർ എ. ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ലോഗ് 0 ഡിവൈഡഡ് ബൈ ലോഗ് 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിൻ്റെയും ന്യൂമറേറ്ററിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടിട്ട് വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ലോഗ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ലോഗ് ഇ പവർ എക്സ് മൈനസ് ഇ പവർ എ ഈക്വൽ ടു ഡെറിവേറ്റീവ് എടുക്കുക. മുകളിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 1 ബൈ എക്സ് മൈനസ് എ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ താഴെ എടുക്കുമ്പോൾ 1 ബൈ ഇ പവർ എക്സ് മൈനസ് ഇ പവർ എ ഇൻറ്റു ഇ പവർ എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഇ പവർ എക്സ് മൈനസ് ഇ പവർ എ ഡിവൈഡഡ് ബൈ ഇ പവർ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ എക്സിന് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇ പവർ എ മൈനസ് ഇ പവർ എ ന്യൂമറേറ്റർ 0 ആകും. ഇവിടെയോ എ മൈനസ് എ എന്നുള്ളത് ഡിനോമിനേറ്ററും 0 ആകും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു 0/0 ഫോമിലേക്കാണ് വന്നിരിക്കുന്നത്. 0/0 ഫോം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ നമുക്ക് കിട്ടുന്നത് ഇ പവർ എക്സ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക ഇവിടെ. വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ടേം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ എക്സിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇ പവർ എ ഡിവൈഡഡ് ബൈ ഇവിടെ എക്സിന് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടേം 0 ആയി പോകും. ഡിവൈഡഡ് ബൈ ഇ പവർ എ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 1.